ഇന്ന് രാവിലെ പെയ്ത മഴയിൽ മുരിഞ്ഞൂർ ഡിവൈൻ നഗറിലെ അടിപ്പാതയും പാലത്തിന്റെ ഇരുവശങ്ങളുടെ സർവീസ് റോഡുകളും വീണ്ടും കനത്ത വെള്ളക്കെട്ടിൽ മുങ്ങി. റോഡ് നിർമ്മാണത്തിന് കോടികൾ ചിലവഴിച്ചിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നും കണ്ടില്ലെന്നാണ് ഉയരുന്ന വിമർശനം. വെള്ളക്കെട്ട് മൂലം തൃശൂർ എറണാകുളം ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. വാഹനനിര ചാലക്കുടി പാലം വരെയായി നീണ്ടു. ആംബുലൻസ് ഉൾപ്പെടെ അടിയന്തര സേവന വാഹനങ്ങളും മണിക്കൂറുകൾ നീണ്ടുനിന്ന ഗതാഗത കുരുക്കിൽ കുടുങ്ങി. അടിപ്പാതയിലും സർവീസ് റോഡിലേക്കും കയറുന്ന വെള്ളം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകാൻ വലിയ കാനകളും പൈപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം വെറുതെയെന്ന് ഒറ്റ മഴയിൽ തെളിഞ്ഞു. മഴ അല്പം ശക്തമായാൽ പോലും ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയുമാണ്. ദേശീയപാതയിലെ കാനകളുടെ അശാസ്ത്രീയ നിർമ്മാണവും വർഷങ്ങളായി വൃത്തിയാക്കാത്തതുമാണ് ആവർത്തിക്കുന്ന വെള്ളക്കെട്ടിന് പ്രധാന കാരണം. ഓരോ മഴ വരുമ്പോഴും യാത്രക്കാരും നാട്ടുകാരും അനുഭവിക്കേണ്ടി വരുന്നത് വല്ലാത്ത ദുരിതമാണ്. വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം എപ്പോൾ കാണുമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. സെറ്റ്കോ ന്യൂസ്, തൃശൂർ.